സ്വാഗതം. പ്രഭാത ടാരോ കാർഡ് വായനയിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ പ്രദീപ് ഹരിഹരൻ, താങ്കളുടെ ടാരോ അധ്യാപകൻ. ഇന്ന് എന്ത് സന്ദേശമാണ് യൂണിവേഴ്സ് ആൾക്ക് നൽകുന്നതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു ഓവറോൾ എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം. എന്തായിരിക്കും നമുക്ക് ഇന്ന് വരുന്ന ഒരു പ്രതിബന്ധം എന്ന് നമുക്ക് നോക്കാം. 3, നമുക്ക് ഇന്ന് എന്ത് പ്രതീക്ഷിക്കാമെന്ന് നമുക്ക് നോക്കാം. യെസ്, ലെറ്റ് സി. അപ്പോൾ എന്താണ് ഇന്നത്തെ ഊർജ്ജം എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് എന്ത് കാർഡാണ് വന്നിരിക്കുന്നത്? ദ ഫൂൾ എന്ന് പറയുന്ന കാർഡാണ്. ഫൂൾ എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടൊരു കാർഡാണ് ടാരോയിൽ. അതായത് ഒരു വ്യക്തി ഒരു ആക്ഷൻ എടുക്കാൻ പോകുന്നു, ഈശ്വരനെ മാത്രം വിശ്വസിച്ചുകൊണ്ട്, പ്രപഞ്ചത്തെ മാത്രം വിശ്വസിച്ചുകൊണ്ട്. ആ സമയത്താണ് ഫൂൾ എന്ന് പറയുന്ന കാർഡ് വരിക. ഫൂൾ എന്ന് പറഞ്ഞാൽ വിഡ്ഢി എന്നല്ല അർത്ഥം, ഇന്നസെൻ്റ് എന്നാണ് അർത്ഥം. അതായത് നിഷ്കളങ്കൻ എന്ന് പറയുന്ന അർത്ഥമാണ്. അപ്പോൾ താങ്കളിലേക്ക് ഇന്ന് വരുന്നൊരു എനർജി എന്ന് പറയുന്നത് പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഡ്രൈവാണ്, നല്ലൊരു കാര്യമാണ്. എപ്പോഴും ആക്ഷനാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. പക്ഷേ നമുക്കിതിനൊരു പ്രതിബന്ധം വരും. അതെന്താണെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. നമുക്ക് ചോദിച്ചപ്പോൾ എന്ത് കാർഡാണ് വന്നിരിക്കുന്നത്? നമുക്ക് ദ ലവേഴ്സ് എന്ന് പറയുന്ന കാർഡായിരിക്കണം. യെസ്, ദ ലവേഴ്സ് എന്ന് പറയുന്ന കാർഡാണ് വന്നിരിക്കുന്നത്. ലവേഴ്സ് എന്ന് പറയുന്ന കാർഡ് ഇതിൽ ചോയ്സ് ആണ്. ഓക്കെ, ഒരു വ്യക്തിയുടെ മുന്നിൽ 3 വനിതകൾ നിൽക്കുന്നു. അതിൽ നിന്നൊരാളെ ചൂസ് ചെയ്യണം. ഒരാളുടെ കയ്യിൽ നമുക്ക് കണ്ടറിയാൻ പറ്റും ധനമുണ്ട്, എംപ്രസ് ആണ്. മറ്റേ ആൾ ഒരുപാട് സ്നേഹം തരും. മൂന്നാമത്തെ ആൾ ബുദ്ധിമതിയുമാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ മനസ്സിലെ പ്രശ്നം, ഏത് മേഖലയിൽ നമ്മൾ പോകണം? സാമ്പത്തികമായിട്ട് പോകണോ, സ്നേഹത്തിൻ്റെ ഇതിൽ റിസ്ക് എടുക്കണോ, അതോ ബുദ്ധിപരമായിട്ട് റിസ്ക് എടുക്കണോ എന്ന് നമ്മൾ ആലോചിച്ച് ഇന്ന് സമയം കളയാനുള്ള സാധ്യതയുണ്ട്. എന്ത് തന്നെ ആയിക്കോട്ടെ, ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ. ഏതെങ്കിലും ഒന്ന് കിട്ടുമല്ലോ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്ത് നമുക്ക് പ്രതീക്ഷിക്കാൻ, അല്ലെങ്കിൽ എന്ത് ആക്ഷൻ നമ്മൾ എടുക്കേണ്ടത് വെച്ചപ്പോൾ ഹീറോഫൻ്റ് എന്ന് പറയുന്ന കാർഡാണ്. ഹീറോഫൻ്റ് എന്ന് പറയുന്നത് ഇൻ്റലിജൻസിൻ്റെ കാർഡാണ്. നിങ്ങൾ കണ്ടറിയാൻ പറ്റും. ഇത് നമ്മളെന്താ പറയുക, പുതിയ അറിവ് വരുന്നു, അറിവ് പങ്കുവയ്ക്കുന്നു എന്നൊക്കെ പറയുന്ന കാർഡാണ്. സ്റ്റേറ്റസ്കോ എന്ന് പറയുന്ന കാർഡാണ്. ഈ ഹീറോഫൻ്റ് മൂവ് ചെയ്യാൻ പറ്റുന്നൊരു കാർഡാണ്. അത് കണ്ടറിയാൻ പറ്റും. കുതിരയുടെ ശരീരവും മനുഷ്യൻ്റെ ബോഡിയുമാണ്. പുറകിൽ നമുക്ക് ആ ഒരു ബോധോദയത്തിൻ്റെ ഇത് കാണാം. കയ്യിലൊരു സീക്രട്ട് നോളജും കാണാം. അതൊരു യാത്രയുടെ കാർഡാണ്. അപ്പോൾ ഒരു ദൈവികമായിട്ട് യാത്രയ്ക്ക് തയ്യാറായിക്കോളൂ എന്നാണ് പറയുന്നത്. ഇതാണ് ഇന്ന് യൂണിവേഴ്സ് താങ്കളെ അറിയിക്കുന്നത്. ഐ വിഷ് യു വെരി ഗുഡ് ഡേ ഡിയർ. ഇത് 3ഉം ആത്മീയ പാഠങ്ങൾ കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു റിസൾട്ട് കിട്ടാൻ നമുക്കൊരു 2-3 ആഴ്ച വരെ ഇതിൻ്റെ എനർജി നിൽക്കും, ഈ റീഡിങ് കഴിഞ്ഞാലും. അപ്പോൾ നമുക്ക് വൈകിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്. ഹാവ് എ ഗുഡ് ഡേ.